ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ നൈറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ നൈറ്റീൻ്റെ ക്ലാസ് കണ്ടിട്ട് എനിക്കൊരു സബ്സ്ക്രൈബർ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നലെയൊക്കെ അതിൻ്റെ തിരക്കിലാണ് ഉണ്ടായത്. തുണി എടുക്കണം, അവരിഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് മെഷർമെൻറ്റൊക്കെ നോക്കി വെക്കണം. അങ്ങനെ ഞാനും കുറച്ച് തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിന്. ഇതാ കുറഞ്ഞ റേറ്റിൽ കളറ് പോകാത്ത തുണിയാണ് എടുത്തിട്ടുള്ളത്. കുറേ നാൾ എത്തും കേട്ടോ, പെട്ടെന്നൊന്നും മോശമായി പോകുന്നില്ല. ഇതൊക്കെ ഞാൻ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിന്. ഇത് കണ്ടോ, വൈറ്റിൽ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഡോട്ട് വരുന്ന പോലത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നത്തെ ക്ലാസ് ലേശം ഫാസ്റ്റ് ആക്കിയിട്ടാണ് എടുത്തത് കേട്ടോ, ടൈം ഇല്ലായിരുന്നു. ഓണത്തിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഓർഡർ കിട്ടിയിട്ടുണ്ടായിന്. സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ടൈം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഓൺലൈനായിട്ട് ഇപ്പോൾ ഓർഡേഴ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പം ചെയ്ത് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോൾ മുതൽ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയേ. അപ്പോൾ നമ്മൾ യോഗ് പ്ലീറ്റഡ് നൈറ്റീൻ്റെ മെഷർമെൻ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങളെ അളവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്താൽ മതിയേ. ഫുൾ ലെങ്ത്ത് 54, ചെസ്റ്റ് റൗണ്ട് 41 വേണം എനിക്ക്. പിന്നെ യോക്കിൻ്റെ അളവ് ഞാൻ എഴുതിയിട്ടില്ലല്ലോ, അത് ഞാൻ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു തരുവേ. നെക്ക് വിഡ്ത്ത് 3, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.5, 5.5, ബാക്ക് നെക്ക് ലെങ്ത്ത് 3, ഫുൾ ഷോൾഡർ 14. ഇത്രയും മെഷർമെൻറ്റാണ് നമുക്ക് ഈ ഒരു നൈറ്റിക്ക് വേണ്ടത്. നമ്മൾ ആദ്യം പഠിച്ച എ ലൈൻ നൈറ്റി ഇല്ലേ, ചുരിദാർ കട്ട് നൈറ്റി, അതിനങ്ങനെയും പറയുവേ. അതിന് വേണ്ടുന്ന അത്ര അളവൊന്നും ഇതിന് നമുക്ക് വേണ്ട. സിമ്പിൾ നൈറ്റി. ചെസ്റ്റ് അളവ് നമുക്ക് വേണം. പിന്നെ നമ്മളെ ഫുൾ ലെങ്ത്തും കൊണ്ട് നമുക്കിങ്ങനെ അടിച്ചിടാൻ പറ്റും. ഇതാണ് നമ്മളെ നൈറ്റീൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത്. കണ്ടില്ലേ, ഫ്രണ്ടിൽ യോഗ് പാർട്ടായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് നമുക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അവിടെ താഴേലൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. അന്നേരം നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് ചെസ്റ്റിൻ്റെ അടുത്ത അളവേ വേണ്ടു അല്ലേ. ചെസ്റ്റിൻ്റെ താഴോട്ട് വേസ്റ്റും ഹിപ്പൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഈ ഒരു യോഗ് പാർട്ട് വരുന്നത് ബെസ്റ്റിൻ്റെ തൊട്ട് മേലെയായിട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ ആടുന്ന മുതൽ നമുക്ക് ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചുരുക്ക് വരുമ്പം ലൂസായിരിക്കും അല്ലേ. അന്നേരം നമുക്ക് താഴത്തെ വേസ്റ്റ് അളവ് ഒന്നും വേണ്ട. പിന്നെ നമുക്കിത് ആദ്യം ഫുൾ ലെങ്ത്ത് 54. നമ്മളെ ഈ ഒരു നൈറ്റീൻ്റെ ഷോൾഡർ മുതൽ താഴെ വരെ നമുക്ക് 54 ഇഞ്ച് നീളം വേണം. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പായിട്ട് പിന്നെ 1.5 ഇഞ്ച് ചേർത്താൽ പോരാ, 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കണം. കാരണം നമുക്ക് താഴെ മടക്കിയെടുക്കാൻ 1 ഇഞ്ച് വേണം. പിന്നെ നമുക്ക് ഷോൾഡറിന് 1/2 ഇഞ്ച് വേണം. പിന്നത്തെ 1 ഇഞ്ച് നമുക്ക് എവിടെയാണ് വേണ്ടേ, നമ്മളെ പ്ലീറ്റ്സ് ജോയിൻ ചെയ്യണ്ടേ. ഇതാ യോഗ് പാർട്ടും ഈ താഴത്തെ പാർട്ടും കൂടെ ജോയിൻ ചെയ്യാൻ നമുക്ക് 1/2 ഇഞ്ച് ഈ പാർട്ടിൽ വേണം. ഇതുമായിട്ട് ജോയിൻ ചെയ്യുമ്പം ഈടെയും വേണം. അപ്പോൾ 2 പാർട്ടിലും നമുക്ക് 1/2 വേണം. അങ്ങനെ 1, അപ്പോൾ 2.5 തയ്യൽ തുമ്പ് നമുക്ക് വേണം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ. പിന്നെ ചെസ്റ്റിൻ്റെ 4 ലൂസും ചേർക്കുക. പിന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് അങ്ങ് കൊണ്ടുവരിക. പിന്നെ നെക്ക്, ഷോൾഡർ, അതെല്ലാം ബാക്ക് നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം നിങ്ങൾ. നമുക്ക് തുണീൻ്റെ അകത്ത് കട്ട് ചെയ്യാം കേട്ടോ. ഇതാ നിങ്ങൾ നോക്കിയാട്ടെ, ഈ ഒരു നൈറ്റിയും ഞാൻ ഇട്ട ഡ്രസ്സും സെയിം ആണ്. ഇതെൻ്റെ അമ്മ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവച്ചെടുക്കുന്നത്. എനിക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു, പക്ഷേ എങ്കിൽ അതന്നെ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടെന്ന്. ഈ ഒരു മെറ്റീരിയലിന് ചെറിയ വില ഉണ്ടാവുമല്ലോ കേട്ടോ, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ചെറിയ വിലക്കാണ് ഞാൻ വാങ്ങുന്നത്. നമ്മളെ കണ്ണൂരിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങുന്നതാണ്. ഇതിപ്പോൾ നിവർത്തിയിട്ടിട്ട് ഇങ്ങനെ 2ആയി മടക്കി, മോശം ഭാഗം എടുത്തിട്ട് ഇങ്ങനെ 2ആയി മടക്കി കൊടുത്തത് കണ്ടില്ലേ നിങ്ങൾ. ഫുള്ള് നിവർത്തിയിട്ടിട്ട് എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ മടക്കി കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മളെ നൈറ്റിക്ക് ചെയ്യേണ്ടത്. ഇതാ വലിയ തുണിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ നേർക്കൊന്നും കാണിക്കാത്തത് കേട്ടോ. ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് അങ്ങ് വീണിട്ടാണ് ഉള്ളേ. ഇതിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ടേ. ആദ്യത്തെ എ ലൈൻ നൈറ്റീൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പേപ്പറിലൊക്കെ ചെയ്യുന്നതുണ്ട്. കണ്ടോ, ഇതേപോലെ മടക്കി കൊടുത്തു. ഇതേപോലെ മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുൾ ലെങ്ത്ത് ഇപ്പോൾ 54 അപ്പോൾ നമുക്ക് 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് യോഗ് പ്ലീറ്റഡ് നൈറ്റിക്ക് ചേർത്ത് കൊടുക്കണം. എ ലൈൻ നൈറ്റി ആണെങ്കിൽ 1.5 മതി കേട്ടല്ലോ. നിങ്ങളതെല്ലാം ചിന്തിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഫുൾ ഷോൾഡർ 14ൻ്റെ പകുതി 7 എടുത്ത് മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ബാക്ക് നെക്ക് ലെങ്ത്ത് 3 ആയതുകൊണ്ട് ആം ഹോൾ ലൈനും 7 തന്നെ മാർക്ക് ചെയ്യാം. ഒരു പൊടിക്ക് ലേശം വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം. ഒരു ലൂസിന് വേണമെങ്കിൽ എന്തായാലും 7 ചേർത്താൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളെ ചെസ്റ്റിൻ്റെ 4/1 10.4 പ്ലസ് 1/2 ഇഞ്ച് ലൂസും ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ചെസ്റ്റ് എടുക്കുക, 4/1 എടുക്കുക.
ലൂസും ചേർക്കുക. എന്നിട്ട് ഇതാ ആം ഹോൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ഈ ഒരു ആം ഹോൾ വരക്കുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആം ഹോൾ ലൈന് ഭംഗിയായിട്ട് വന്നിട്ട് നോക്കിയാട്ടെ. ഇനി എന്താ നമ്മളെ നെക്ക് മാർക്ക് ചെയ്യാം. 3 നെക്ക് എടുത്തെങ്കിൽ 2.5 മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നെക്ക് ലെങ്ത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ 5 5.25 മാർക്ക് ചെയ്യുക, 6 6.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പം ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് നമ്മൾ റൗണ്ടാക്കി മാറ്റുന്നു. ഇതേപോലെ നല്ല ഭംഗിയിൽ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുക. ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ചിലർക്കൊക്കെ ഡൗട്ട് വരുന്നുണ്ടാവും, ഇതെന്തിനാ ഇത് രണ്ടും ഇവിടെ വരക്കുന്നത്, ബാക്ക് പാർട്ട് എടുത്ത് വരക്കാത്തതെന്ന്. അത് നമുക്ക് ചെയ്യുമ്പം മനസ്സിലാകും. ഇനി അടുത്ത് നമ്മളെ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ യോക്ക് ലെങ്ത്ത് എത്രയാണ്? നമ്മളെ ചെസ്റ്റ് ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. 10.25 വരുന്നുണ്ട്. 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 10.25 മാർക്ക് ചെയ്യുക. ചെസ്റ്റ് ഹരിക്കണം 4, ചെസ്റ്റിൻ്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു യോക്കിൻ്റെ കേവ് കൊണ്ടുപോയി കൊടുക്കാം എന്നർത്ഥം. ഇനി നമുക്ക് ആ ഒരു കോർണറിൽ ഇടത്തേക്ക് വേണമെങ്കിൽ ആ ഒരു കേവ് കൊടുക്കാം. ഇപ്പം ഞാൻ ആ ഒരു കോർണർ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ 1/2 ഇഞ്ച് അപ്പുറത്തേക്കാണ് നമ്മളെ ഈ ഒരു യോക്കിൻ്റെത് കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മളെ കറക്റ്റ് കോർണറിൻ്റെ ആ ഭാഗം ആടുന്ന് 1/2 ഇഞ്ച് മാറ്റിയിട്ട് ആടത്തേക്ക് ഇങ്ങനെ ഈ ഒരു യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് ആടത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടേ. വേണമെങ്കിൽ ഒരു കേവ് ഷേപ്പിൽ നമുക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നല്ല രീതിക്ക് തന്നെ വന്നോളും. ഇതാ നോക്കിയാട്ടെ, ഇപ്പോൾ വരച്ച് തെറ്റിപ്പോക്കാവുന്നുണ്ട് എപ്പോഴും. ഇതേപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ടേ. ഇതാണ് നമ്മളെ യോക്ക്. നമ്മളിത് സെപ്പറേറ്റ് ആക്കി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്നാൽ നമ്മൾ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാനാണ് പോകുന്നത്. ഇവിടുത്തെ പോയിൻ്റ് ഉണ്ടല്ലേ, ഈടെ വെച്ചിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ചെരിഞ്ഞ് പോലെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊടുക്കുക, അങ്ങേത്തേക്ക് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യേണ്ട പരിപാടി നോക്കാൻ. ഇതേപോലെ കൊടുത്തല്ലോ, മനസ്സിലായില്ലേ? അവിടെ ഒരു ചുളിവും വന്നിട്ടുണ്ട്. ഇനി അയൺ ചെയ്യാൻ പോകാനൊന്നും എനിക്ക് കഴിയൂല, മടിയാന്ന് പോവാൻ. ഇതൊന്നും കൂടെ വരക്കാം, നിങ്ങൾക്കഥവാ മനസ്സിലായിട്ടില്ലെങ്കിലോ. ഓക്കെ, ഇതേപോലെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മളെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ഈടുന്നാണ് സ്ലീവ് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് കേവ് അളന്ന് നോക്കി ആം ഹോൾ റൗണ്ടൊക്കെ നോക്കാം. ഈടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വിട്ടിട്ട് എന്നിട്ട് വേണം നമ്മൾ അളന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വളച്ച് വളച്ച് വെച്ചിട്ട് അളന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തപ്പം തയ്യൽ തുമ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ. ഇത്ര വരെ നമുക്ക് 9.5 കിട്ടിയിട്ടുണ്ട്. 9.5 നമ്മളെ ആം ഹോൾ റൗണ്ട് വരുന്നുണ്ട്. 9.5 നമ്മളെ സ്ലീവിന് എടുക്കേണ്ട വീതി. ഇത് നീളമാണേ. ഇത് നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണ് വേണ്ടുന്നത് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. 7.5 വേണ്ടുന്നത്. 8 മാർക്കിങ് കൊടുക്കുക. പിന്നെ 1/2 ഇഞ്ച് മാത്രം എടുത്ത് താഴെ ഭാഗം മടക്കി അടിക്കേണ്ട തേര് ഭാഗമായതുകൊണ്ടാണ് ഈടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വീതി മാർക്ക് ചെയ്യണം. ഈടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ കേവൊക്കെ വരച്ചില്ലേ അതൊക്കെ പോവില്ലേന്ന്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഏതായാലും ഒരു ലൈൻ, ചെറുങ്ങനെ ഒരു ലൈൻ പോലെ കൊടുത്തേക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമ്മൾ കേവ് പോലെ കൊടുക്കുമ്പം ഈ ഭാഗമൊന്നും കട്ട് ചെയ്ത് പോവില്ല. നൈറ്റിയിൽ നമ്മൾ സ്ലീവ് ഇതുപോലെ കിട്ടുമല്ലോ. ഇവിടെ നേരൊരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ടല്ലോ ബ്ലൂ ചോക്ക് കൊണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യും. നമ്മൾ ഷേപ്പ് കൊടുക്കാനാണ് പോകുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങളങ്ങ് സ്ലീവ് കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പാറ്റേൺ ആക്കിയിട്ട് കട്ട് ചെയ്താലും മതി. 4 ഇഞ്ച് എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇതേപോലെ കൊടുത്ത് ഇനി ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ലൈൻ കൊടുക്കുക. സ്ലീവിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് കുറേ ചെയ്തിട്ടുണ്ടേ. കണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കാം നമുക്ക്. ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഷേപ്പ് കൊടുക്കാനുള്ള അറിയാലോ. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുക. ഇവിടെയാണ് മിഡ് പോയിൻ്റ് വരുന്നത് എന്ന് വെച്ചാൽ ഇവിടത്തേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് താഴോട്ട് ഷേപ്പ് കൊടുക്കുക. നമുക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടും. സ്ലീവിന് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് അടക്കം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും.
ഈ ഒരു കേവ് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇനി 9.5 നമുക്ക് ആം ഹോൾ കേവ് കിട്ടിയത്, അതുണ്ടോയെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലീവ് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കാം നമുക്ക്. നോക്കിയാട്ടെ 9.5 കഴിഞ്ഞ് 10.5 കഴിഞ്ഞ് 11ഓളം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല അല്ലേ. നമുക്കപ്പോൾ 11.5 ഒന്നും വേണ്ട, ഒരു 10.5 മതി നമുക്ക്. 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴെ ഭാഗത്ത് എന്ത് ചെയ്യുക, സ്ലീവ് ഓപ്പൺ റൗണ്ട് എത്രയാണോ 1/2 ഇഞ്ച് ലൂസും ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ആണെങ്കിൽ 7.5 എടുക്കാം, 6.5 ആണെങ്കിൽ 7 എടുക്കാം. എന്നിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പുറത്ത് തയ്യൽ തുമ്പ് വേണ്ടേ, ഇവിടെ ഒരു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഒരു 10.5 മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ഇതാ ഈ ഒരു അളവ് അളന്ന് നോക്കിയിട്ട് 9.5 വരുന്നിടയ്ക്ക് തന്നെ മാർക്ക് ചെയ്യാം. ഒന്നും കൂടെ അളന്ന് നോക്കുന്നതാണേ. നമുക്ക് 9.5 വേണ്ടുന്നത്. ഇതാ 9.5 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. പുറമേത്തെ ലൈൻ വരുന്നത് തയ്യൽ തുമ്പിൻ്റെ ലൈൻ ആണേ. നോക്കിയായിട്ട് നമ്മൾ സ്ലീവ് എടുത്തിട്ട് കണ്ടല്ലോ, ഇതേപോലെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇനി എന്നാൽ പിന്നെ നമുക്ക് ഈ സ്ലീവിനെ ആദ്യം ഇടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രണ്ട് ആം ഹോളും അതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും കുഴിച്ചു കൊടുക്കാനുണ്ട്. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നൈറ്റിൽ പ്ലീറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നാലേ നമുക്ക് ഇപ്പം ഈ ഒരു നൈറ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഇനി യോക്ക് ഇടത്തം വരെയാണേ, മനസ്സിലാക്കണേ നിങ്ങൾ. നമ്മൾ ആ ഒരു ആം ഹോൾ കേവ് കൊടുത്തെടുത്തേക്കാണ് നമ്മളെ കേവ് യോക്ക് കേവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആടത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇവിടുത്തെ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് മേളിലോട്ടേക്കില്ല ആം ഹോളും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആ ബാക്കി ആടെ പോയി കേട്ടോ. അത് നമ്മൾ പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ ആ ഒരു കേവിൻ്റെ ബാക്കി പിടിക്കുന്നത്. മനസ്സിലായല്ലോ. ഇത്ര വരെയല്ലേ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്കിത് ഷോൾഡറിനൊരു സ്ലോപ്പ് കൂടെ കൊടുക്കാം. ഇവിടെ ജോയിൻ്റായ രീതിയിലാണ് ഉള്ളതല്ലേ, തുണി മടക്കാന്നുള്ളത്. അല്ല നമുക്ക് കട്ട് ചെയ്യാം. ഇനി നെക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് എന്ന് പറയുമ്പോൾ 2 തുണിയും കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേത് നീളം കുറവല്ലേ, അപ്പോൾ ബാക്കിലേത് അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഒരു ഷോൾഡർ സ്ലോപ്പും കൂടെ കട്ട് ചെയ്ത് ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ശരിയാക്കട്ടെ. ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുക. ബാക്കിലെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ടിലെ നെക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബാക്ക് പാർട്ടിൽ ബാക്ക് നെക്ക് സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതാ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തില്ലേ, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്ത് കൊടുക്കുക. സ്ലീവ് കട്ട് ചെയ്തു, യോക്ക് കട്ട് ചെയ്തു, ദെൻ നമ്മളിതാ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തത് കട്ട് ചെയ്ത് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതങ്ങ് ചാടിയേക്കരുത്. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, നമ്മൾ ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് ചെയ്യുക. പ്ലേറ്റ്സ് ഇട്ടിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കും അല്ലേ. ഇടയ്ക്ക് പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ഈ ഒരു യോക്ക് പാർട്ടിലേക്ക് ഇങ്ങനെ കുറച്ച് കയറി നിൽക്കും. ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് കയറി നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് എടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത്. അല്ലെ ആ ഒരു സൈഡ് കുറച്ച് താണു നിൽക്കും. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഫോൾഡ് മടക്ക് വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആടത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. ആ ഒരു കോർണറിലേക്ക് തന്നെ ഇങ്ങനെ കൊടുക്കുക. ഞാൻ വരയ്ക്കുന്ന പോലെ വരക്ക്. ഇതേപോലെ ഇങ്ങോട്ട് കൊടുത്തു. കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു രീതിയിൽ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് വരുന്ന ഭാഗമാണ്, ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഭാഗമല്ല ചെയ്തത്. ഈ ഒരു കോർണറിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ട് നേരെ നിൽക്കും നമ്മളെ മാക്സീൻ്റെ താഴെ ഭാഗം. അല്ലെങ്കിൽ ഇങ്ങേ സൈഡ് കുറച്ച് കയറി നിൽക്കുന്ന പോലെ ഉണ്ടാവുക. അങ്ങനെയും സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കണ്ട, ഈ ഒരു യോക്ക് പാർട്ടിൽ നമ്മൾ ഈ ഇടുന്ന ബാക്കി കേവ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, ആ ഒരു കേവ് നമ്മളെ പ്ലീറ്റ് ഇടേണ്ട ഈ ഒരു പാർട്ടിൽ ഈ ഒരു അറ്റം ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നമുക്ക് മാർക്ക് ചെയ്യാൻ ചെറിയൊരു കണക്ക് കൂട്ടിയിട്ട് കണ്ടുപിടിക്കാനുണ്ട്. നമ്മളെ ചെസ്റ്റ് അളവിൻ്റെ 4/1 നമ്മൾ എടുക്കുക. ആ റേഞ്ച് ലൂസും കൂട്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഓർമ്മയില്ലേ. അപ്പോൾ നമുക്ക് 10.5 കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ 10.5 ആണെങ്കിൽ നമ്മളെ ഷോൾഡർ എത്രയാണ് മാർക്ക് ചെയ്തത് അത് അതിൽ നിന്നും കുറക്കുക. അപ്പോൾ 7 നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത്. അപ്പോൾ 10.5 7 കുറച്ചിട്ട് തയ്യൽ തുമ്പും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേവിൻ്റെ അളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിവിടെ 3.5 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ അതിൻ്റെ പരം ചേർത്തിട്ട്
4ലാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ചെസ്റ്റിൻ്റെ 4-1 ഷോൾഡർ എത്രയാണോ നിങ്ങൾ ഹാഫ് ഷോൾഡറുടെ മാർക്ക് ചെയ്ത് കൊടുത്തത് അത് മൈനസ് ചെയ്യുക. ഇവിടെ 4 ഇഞ്ചിലിടാം. ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ടേ. കണ്ടില്ലേ നമ്മളെ ആ ഒരു രണ്ടാമത്തെ പാർട്ടിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക നിങ്ങൾ. എന്നിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ഏതായാലും ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ വരച്ചിട്ട് കേവ് കൊടുക്കാം. നമുക്ക് കേവ് ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത് കേട്ടോ. ഇതേപോലെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കേവ് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആം ഹോളിൻ്റെ ബാക്കി ഭാഗം ഇവിടെ വന്നേ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു കേവിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നാലല്ലേ നമുക്ക് ആം ഹോളിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് ആവുമല്ലോ. ഇതിന് കട്ട് ചെയ്യാം ഇതേപോലെ. എന്നിട്ട് ഇനി നിവർത്തിയിട്ടിട്ട് ഞാൻ പ്ലേറ്റ്സ് വെക്കുന്നത് പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും 2 രീതിയിലാണ് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലെ ഭാഗം ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പം ഈ ഒരു നടുക്ക് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ നടുക്കത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഒരു 3 എണ്ണമേ നമുക്കിവിടെ കൊടുക്കാൻ കഴിയുള്ളൂ. ഈടുന്നു അങ്ങനെ ഒരു 3 എണ്ണം എടുത്ത് കൊടുക്കുക. നടുക്ക് വരുന്ന രീതിയിൽ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കും ഇപ്പുറത്തു നിന്ന് അങ്ങോട്ടേക്കും മനസ്സിലായി ഞാൻ പറയുന്നത് അതേ രീതിയിലാണ് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി ബാക്ക് സൈഡിലേത്തേക്കും കൂടെ നമുക്ക് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്ക് സൈഡിൽ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഒരു ഭാഗത്തേക്കായിരിക്കും. ഇവിടെ നമ്മളെ ഒരു ആം ഹോളിന് മാർക്ക് ചെയ്ത് ആ ഒരു കേവ് വരുന്നത് ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിങ്ങനെ ദൂരം ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. നടുക്ക് വരുന്ന രീതിയിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണ്ട ബാക്ക് സൈഡിൽ. ഇനി അങ്ങനെ വേണ്ടുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അതെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു തുണീൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മടക്കിയിട്ട് നമുക്കെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമ്മളെ യോക്ക് പാർട്ടിലും ഇതേപോലെ മടക്കിയിട്ട് ആ ഒരു മിഡിൽ ഭാഗം നമുക്ക് മാർക്കിംഗ് കൊടുത്തിട്ട് വേണം പ്ലേറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് തെറ്റ് വന്ന് പോകും. ഇപ്പം കണ്ടല്ലോ ഇതേപോലെ മാർക്കിംഗ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം? ഒരു 4-5 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും. നോക്കാം നമുക്ക്. മൊത്തം പ്ലേറ്റ് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. വിട്ടിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇത്ര പോരെ ഉണ്ട്. അപ്പോൾ അവിടെ എത്ര പ്ലേറ്റ് ഇടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. ആദ്യം ഈ നടുക്ക് ഒരു കുഞ്ഞ് പ്ലേറ്റ് ഇത്ര പോലെ കുഞ്ഞ് പ്ലേറ്റ് ആ നടുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞേ കിട്ടൂല, വലിയതൊന്നും കിട്ടൂല. ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് പോലത്തെ വിട്ടിട്ടേ കിട്ടുമല്ലോ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തതിൻ്റെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ആടെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി കറക്റ്റ് കാൽക്കുലേഷനൊന്നും ഇല്ല. ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. അത്രയല്ലേ പ്ലേറ്റ് വരുന്നല്ലോ. ഇതേപോലെ 3 എണ്ണം കൂടെ ഇവിടെ നമുക്ക് 2 എണ്ണം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് 3 എണ്ണം വന്നു, നടുക്കൊന്ന്, അതേപോലെ അപ്പുറത്തെ സൈഡിൽ 3 എണ്ണം കൂടി ഇട്ട് കൊടുത്താൽ ബാക്ക് സൈഡിൽ പ്ലേറ്റ് ആയി. ഇതേ രീതിയിൽ മനസ്സിലായല്ലോ പറഞ്ഞത്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ നടുക്ക് എല്ലാം കൂടെ ഒപ്പരം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തു. പിൻ ചെയ്ത് ഇനി അപ്പുറത്തെ ഭാഗത്ത് ഒരു 3 എണ്ണം കൂടി ഇട്ട് കൊടുക്കുക. നടുക്കൊന്ന് വന്നു, ഇനി 3 എണ്ണം ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ആ പ്ലേറ്റ് വരുന്നത് എല്ലാം ഒരു സൈഡിലേക്കാണ് ബാക്ക് പാർട്ടിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രണ്ട് പാർട്ടിൽ രണ്ടും 2 സൈഡിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരും അത് ചെയ്തത്. ഇതേപോലെ കുത്തി വെച്ച് കൊടുത്ത് ഇതേപോലെ പിന്നൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇതിൻ്റെയൊക്കെ ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുത്ത് പ്ലീറ്റ്സ് ഉറപ്പിക്കണം. എന്നിട്ട് പിന്നെ ഊരിക്കളയാം നമുക്ക്. ഞാൻ സ്റ്റിച്ച് ചെയ്യട്ടെ എന്നാൽ. കണ്ടില്ലേ ഇതേപോലെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ ത്രെഡ് എടുത്ത് റെഡ് കളർ തുണിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കത്തുന്ന പോലെ ഉണ്ടല്ലേ, എത്ര ക്ലിയർ ആവുന്നില്ല പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ യോക്ക് പാർട്ട് എടുത്തിട്ട് ഇതേ രീതിയിൽ നല്ല ഭാഗവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തെടുക്കാം. ഇതിപ്പം വലിയതുപോലെ തോന്നുന്നുണ്ടാവും, പക്ഷേ എല്ലാം നമ്മളെ യോക്ക് പാർട്ട് ഇങ്ങനെ വളഞ്ഞ് വരുന്നതുകൊണ്ടാണ്. ഇടുത്ത വരെയാണ് നമ്മളെ ആ ഒരു ആം ഹോൾ കേവ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആടെ വരെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും അതേപോലെ 1/2 ഇഞ്ച് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആം ഹോൾ മാർക്ക് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, പ്ലേറ്റ് ഇട്ട പാർട്ടിൽ ഒരു 3.54 എടുത്തിട്ട് അതവിടെ വെച്ചിട്ട് വേണം ഇങ്ങനെ ജോയിൻ ചെയ്യാൻ കേട്ടോ. ഇത് ചെയ്തെടുത്തിട്ട് കാണിക്കേ. സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നില്ല, എൻ്റെ മെഷീൻ ലേശം കംപ്ലൈൻറ്റിലാണ് ഉള്ളത്. ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, ഇങ്ങനെ കിട്ടും നമുക്ക് ബാക്ക് പാർട്ടിൽ ദൂരം കുഞ്ഞു പ്ലേറ്റ് വരുന്ന രീതിയിൽ. കുഞ്ഞ് പ്ലേറ്റേ കിട്ടൂലേ, അത് ഓർത്ത് വെക്കണേ നിങ്ങൾ, കുറേയൊന്നും കിട്ടൂല. കണ്ടോ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കണ്ടില്ലേ,
അവിടെ ലെവലല്ലാണ്ടുണ്ടെങ്കിൽ ലേശം കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടെ കൊടുക്കണം. യോക്ക് പാർട്ടിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിൽക്കും. അല്ല ഏൺ ചെയ്താലും മതി. ഈ ഒരു പാർട്ടില്ലേ, ഈ യോക്ക് പാർട്ടിൻ്റെ ഈ ഒരു അറ്റത്തേക്കൂടെ ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുത്തതൊന്ന് ഉറപ്പിച്ച് നിർത്താം. പിന്നെ നൈറ്റി അല്ലേ, കുറച്ചും കൂടെ സ്റ്റിച്ച് ഉള്ളത് നല്ലതാണ്, വേഗം ഒന്നും കീറി പോകില്ലല്ലോ. ഇതേപോലെയാണ് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാൻ പറഞ്ഞത്. ഇതവിടെ നല്ല രീതിയിൽ ഏൺ ചെയ്ത പോലെ ഇപ്പം നിന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ ഒരു ലെവലില്ലാത്ത പോലെ ഉണ്ടല്ലോ, ചെറുങ്ങനെ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആടെയൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കാം. ഇനി എന്താ, നമുക്ക് ഫ്രണ്ട് പാർട്ടിലും ഇതുപോലെ പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ യോക്ക് പാർട്ട് മടക്കിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുക. പ്ലീറ്റ് ഇടേണ്ട പാർട്ടിലെയും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ 1 ഇഞ്ച് വിട്ടിട്ടാണ് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്യുന്ന 1 ഇഞ്ച് അല്ല 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ പ്ലീറ്റ് ഒരു പോയിൻറ്റിന് നേരെ വരുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. 3 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, അടുപ്പിച്ചിട്ട് ഒരു സെൻറ്റർ മാർക്ക് ചെയ്യാൻ അടുപ്പിച്ചിട്ട് നടുക്ക് വരുന്ന രീതിയിൽ 3 എണ്ണം. അതേപോലെ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്കും പ്ലീറ്റ് ഇങ്ങനെ രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ, മനസ്സിലായില്ലേ, നടുക്കത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഒരു വശത്തേക്കല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം അത്. ഇതേപോലെ പ്ലീറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നടുക്കത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും വരുന്ന രീതിയിൽ. ഇതിപ്പോൾ റെഡ് കളർ തുണിയാണ്ടൊന്നും നേർക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഈ സെൻറ്റർ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ ആ ഒരു കേവ് വരച്ചത്ര വരെ വരുന്ന രീതിയിൽ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോയിക്കോ. ഇതേപോലെ ഇത്ര വരെയാണ് നമുക്ക് വരിക കേട്ടോ. അവിടെയൊക്കെ ലെവലാക്കി വെച്ചിട്ട് ഇപ്പുറത്തേക്കും വെച്ച് നോക്കുക. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്തിട്ട് പ്രസ്സിങ് സ്റ്റിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കണം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ 2 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. നമുക്ക് വേറെ തുണിയൊന്നും ഇല്ല, സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ യോജിപ്പിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഒരു വീതി ഒരു 1.5 ഇഞ്ച് വരുന്ന രീതിയിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ വീതി കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, നന്ന കുറവാൻ വേണ്ടിയിരുന്നാൽ മതി. ഒരു 1 ഇഞ്ച് പോലെ കിട്ടുന്ന പോലെ എടുത്തോ നിങ്ങൾ. നീളം നമ്മൾ സിബ് വെക്കേണ്ട എത്രയാണോ നീളത്തിൽ സിബ് വേണ്ടത്, 5 ആണെങ്കിൽ ഒരു 6.5 വരുന്ന രീതിയിൽ എടുത്താൽ മതി. നമ്മൾ ഈ ഒരു നൈറ്റി ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് സിബ് വെക്കാനുള്ളത് നോക്കാം കേട്ടോ. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യണം നമുക്ക്. ഇതുപോലെ സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. ഇനി നമ്മൾ ആ ഒരു എടുത്ത പേസിലും കൂടെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ വരച്ച് കാണിച്ചു തരും എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. ഇതുപോലെ നമ്മൾ ഒരു ലൈൻ കൊടുത്തു. ഈ ലൈനിൻ്റെ നീളം എന്ന് പറയുന്നത്, ലൈനിൻ്റെ നീളം കൊടുക്കേണ്ടത് എത്രയാണോ സിബിന് ഓപ്പണിങ് കൊടുക്കുന്നത്. സിബ് നോക്കിയായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു 5 ഇഞ്ചിൽ ഓപ്പണിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു 5 വരെ നിങ്ങൾ ഈ ഒരു സെൻറ്ററിൻ്റെ ലൈൻ വരച്ചു കൊടുത്താൽ മതി. എനിക്ക് ഇത്രയും നീളത്തിൽ സിബ് വേണ്ട, കുറച്ച് ഓപ്പണിങ് മതി. അതുകൊണ്ട് ഒരു 5-ൽ ഞാൻ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തു. ബാക്കി സിബ് അങ്ങ് താഴോട്ട് പോയിക്കോട്ടെ. ഇവിടെ വരെ എനിക്ക് വേണ്ടു സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. ബാക്കി കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ, അതവിടെ നിന്നോട്ടെ. ബാക്കി നമുക്ക് താഴെ ഭാഗത്ത് വേണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ സെൻറ്റർ വരച്ചതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ താഴെ ഒരു വി പോലെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ നിങ്ങൾ, ഇതുപോലെ വരച്ചു. ഇനി നമ്മൾ ആ ഒരു നൈറ്റി പാർട്ടിൽ ഇത് വെച്ച് കൊടുക്കാം. നമുക്ക് പിന്നൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കട്ട് പീസ് ഇവിടെ വെക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം ആ ഒരു നൈറ്റീൻ്റെ നടുഭാഗത്തെ ആ ഒരു ലൈൻ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സിബ് വളഞ്ഞു പോവും. കറക്റ്റ് നടുക്കന്നെ അതാണ് നമ്മൾ നടുഭാഗം മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പിൻ ചെയ്ത് ഉറപ്പിച്ച് കൊടുത്തിട്ട് നടുവിലേക്കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ്ടേ. നമ്മൾ ഒരു ലൈൻ വരച്ചതിൻ്റെ 2 സൈഡിലും 4 ഇഞ്ച് വീതിയിൽ ലൈൻ കൊടുത്തു, താഴെ വി ഷേപ്പിൽ കൊണ്ടുവന്നു. അതുവഴി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നൊന്നും നടുക്കത്തോട് കുത്തി വെക്കാൻ പാടില്ല. ആ നടുക്കത്തെ ലൈൻ്റെ ഇപ്പുറത്ത് വരച്ച ആ ഒരു 4 ഇഞ്ച് ലൈനിൽ കൂടെ സ്റ്റിച്ച് കൊടുത്ത് താഴേക്ക് വരുമ്പോൾ ഒരു വി ഷേപ്പിൽ നടുക്കേക്ക് വരുന്നു. അവിടെ നമ്മൾ കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇപ്പുറത്തെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ വരുന്നു. 4 ഇഞ്ച് എടുക്കാൻ പറ്റുമല്ലോ, അവിടെ കൂടുതൽ എടുക്കരുത്.
നടുക്കത്തെ ലൈൻ വഴി കട്ട് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നു നമ്മൾ. എന്നിട്ട് ഇവിടെ കെട്ടൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് നൂല് കട്ട് ചെയ്യാം നമുക്ക്. ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തിട്ട് കണ്ടല്ലോ നിങ്ങൾ. നടുക്കത്തെ ലൈൻ വഴി ഇനി കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നൊക്കെ ഊരി മാറ്റി കറക്റ്റ് നടുവിലത്തെ ആ ഒരു ലൈനിൽ കൂടെ ആ ഒരു താഴെ ഭാഗം വരെ കട്ട് ചെയ്ത് കൊടുക്കും. താഴെ ഭാഗത്തെ സ്റ്റിച്ചൊന്നും കട്ടാവല്ലേ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം നമുക്ക്. എന്നിട്ട് വേണം സിബ് വെച്ച് കൊടുക്കാൻ. അയൺ ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടല്ലോ ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ വന്ന്. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നമ്മളെ നൈറ്റിക്ക് വെക്കാനുള്ള സിബ് എടുക്കുക. ഇൻവിസിബിൾ സിബ് അല്ല കേട്ടോ നൈറ്റിക്ക് വേണ്ടുന്നത്. ഇതാ ഞാൻ എടുത്ത പോലത്തെ ഇതുപോലത്തെ സിബ്ബാണ് നമുക്ക് വേണ്ടുന്നത്. കുഞ്ഞ് സിബ് നമ്മൾ നൈറ്റിക്ക് ആവശ്യമുള്ളത്ര എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. അത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ അറ്റത്തേക്കൂടിയല്ല ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഏറ്റവും അടുപ്പിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. അത് നമുക്ക് നോർമൽ ഫുഡ് ഇട്ടിട്ടും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സിബ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു മേലത്തെ ഭാഗമെല്ലാം നെക്ക് ഫിനിഷ് ചെയ്യേ. എന്നിട്ട് ഇതുപോലെ വെച്ച് ഞാൻ വരക്കുന്നിടത്ത് നാം സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ വരക്കുന്നിടത്ത് ഒരു 1/4 ഇഞ്ച് നമ്മളെ നല്ല തുണിയിൽ വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഞാനത് ചെയ്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്. കണ്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മേലെ ഒരു സംഭവം കൂടെ വരും. അപ്പോൾ സിബ് കാണില്ല. ഇതേപോലെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ആ ഒരു നല്ല തുണിയിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാ കണ്ടില്ലേ നിങ്ങൾ. ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടല്ലോ. ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടി ഇങ്ങനെ അടുപ്പിച്ച് വരും. പക്ഷേ നമുക്ക് ഇതിൻ്റെ മുകളിലൊരു സംഭവം ഇങ്ങനെ നമുക്കൊരു തുണി സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്നും കാണില്ല. പിന്നെ മേലെ ഭാഗത്ത് നെക്ക് ഫിനിഷ് ചെയ്യല്ലോ സിബ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ. കണ്ടോ ഇതിലേക്കൂടി ഇങ്ങനെ സിബ് വെച്ചിട്ട് ഇതിലേക്കൂടിയാണ് സ്റ്റിച്ച് കൊടുത്തത്. അടുപ്പിച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൂചി പൊട്ടും നമ്മളെ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പുറത്തും അതേപോലെ കൊടുത്തു. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റ് പീസിൻ്റെ അന്ന് ഒരു 4 വേസ്റ്റ് പീസ് നമുക്ക് കിട്ടുമല്ലോ സൈഡ് മുറിച്ച്. ഒരു ക്രോസ് പീസുകൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസുകൾ. ക്രോസ് പീസ് കുറച്ചെണ്ണം കട്ട് ചെയ്ത് ഇതേ രീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. എല്ലാ ക്രോസ് പീസിനെയും ജോയിൻ ചെയ്തെടുക്കുക. ബാക്ക് പാർട്ടിലേക്ക് കൂടെ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനുണ്ട്. ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റായി. ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് എടുത്ത ക്രോസ് പീസിൻ്റെ സൈഡിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് എടുത്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് ശേഷം വരുന്ന തയ്യൽ തുമ്പെല്ലാം കുറച്ച് കട്ട് ചെയ്ത് നീറ്റാക്കണേ. എന്നിട്ടിതാ ഇതേപോലെ ചെയ്തു. സിബ് വെച്ച് 2ആക്കി മാറ്റിയിട്ടുണ്ട് നെക്ക്. അപ്പോൾ ഒരു ഭാഗത്തെ നെക്ക് ഫിനിഷ് ചെയ്തിട്ട് വേണം മറ്റേൻ്റെ അകത്ത് പോവാൻ. ഇതുപോലെ 1/2 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു സിബിൻ്റെ ഇത് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം, ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കണം. നെക്ക് ഫിനിഷ് ആവണ്ടേ നമുക്ക്. ബാക്കി ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം അളന്നെടുത്ത് ഇത്ര പോരെ മതി അടുത്തേക്ക്. എന്നിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോയെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും. കണ്ടില്ലേ ഈ ഇവിടെ എത്തുമ്പം ഈ സിബും കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്കൊന്നും മടക്കി വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആടെ നല്ല നീറ്റായിട്ട് വരും. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1/2 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇടിയെത്തുമ്പോൾ ഇങ്ങനെ മടക്കി കണ്ടില്ലേ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്തു. ഇതിങ്ങനെ നിവർത്തുക. നിങ്ങൾ നിവർത്തുമ്പോൾ കണ്ടില്ലേ ആടെ നല്ല നീറ്റായിട്ട് വരും. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കി എന്ത് നീറ്റായി ആടെ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് അവിടെ കൊടുക്കാനുണ്ട്. 2 സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യും. മടക്കി തുന്നുന്നൊന്നുമില്ല, സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ ഒരു എഡ്ജ് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ മറിച്ചിട്ട് നല്ല നീറ്റാക്കി അയൺ ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. എന്നിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് നോക്കി നിങ്ങൾ 2 സ്റ്റിച്ച് ഞാൻ അവിടെ കൊടുത്തു. പ്രസ്സിങ് സ്റ്റിച്ച് ആദ്യം കൊടുത്തു, പിന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തു. അപ്പോൾ നെക്ക് ഫിനിഷായി. ബാക്ക് ഭാഗമൊക്കെ ഇനി മടക്കി തുന്നേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക. നമ്മൾ നൈറ്റിൻ്റെ ബാക്ക് പാർട്ടും ക്രോസ് പീസ് വെച്ച് നിങ്ങൾ എടുക്കുക. ബാക്ക് പാർട്ടിലേതും ഇതേപോലെ ചെയ്തെടുത്ത് പ്രസ്സിങ് സ്റ്റിച്ചും തൊട്ടിപ്പുറത്തൊരു സ്റ്റിച്ചും കൊടുത്ത് ബാക്ക് ഫിനിഷ് ചെയ്തു. ഫ്രണ്ട് പാർട്ടിൽ 2ഉം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നൈറ്റീൻ്റെ ഈ ഒരു സിബ് വെച്ചതിൻ്റെ മുകളിലൊരു പൊത്തി വെക്കുന്ന പോലത്തെ ഒരു സംഭവം ഇല്ലേ, ഒരു തുണി ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വേസ്റ്റ് തുണീൻ്റെ അകത്ത് നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വേറെ തുണിയൊന്നും നമുക്ക് ഇല്ല. അപ്പോൾ ഈ ഒരു പീസ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഈ ഒരു പീസ് കണ്ടില്ലേ,
4 ടോട്ടൽ ഇതുപോലത്തെ വേസ്റ്റ് പീസ് വരുമ്പോൾ 2 ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എടുക്കണം. ഈ ഒരു സിബ് 5 ഇഞ്ച് വീതിയിലാണ് നീളത്തിലാണ് ഉള്ളത് കേട്ടോ. 5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തുണി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് പോരാ, ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ച് വരുന്ന രീതിയിൽ വേണം നീളം എടുക്കാൻ. ഇതിൻ്റെ വീതി ഇപ്പം നമുക്ക് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് ആക്കി കൊടുക്കാം. പിന്നെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് പോകാനുണ്ട്. അതും കൂടെ നോക്കിയിട്ടാണ് 1.5 എടുത്തത്. 1 ഇഞ്ച് മതി നമുക്ക് ആ ഒരു പുറമേ കാണുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് വീതിയിലും 6.5 ഇഞ്ച് നീളത്തിലുള്ളൊരു തുണി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുണി ഇപ്പോൾ 2 ഉള്ളത് അല്ലേ, ഇതേപോലെ 2 ഉള്ളത്. ഇതിനെ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നല്ല ഭാഗം വെക്കുക, നല്ല ഭാഗം കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് തിരിച്ചിടണം. അപ്പോൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ 3 സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതേപോലെ 3 സൈഡിലായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഒരു സൈഡ് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സൈഡ് കുഴപ്പമില്ല. ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തിട്ട് കണ്ടല്ലോ നിങ്ങൾ. എന്നിട്ട് ഈ താഴെ ഭാഗത്ത് നമുക്ക് കുത്തിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഈ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് സേഫ്റ്റി പിന്ന് വെച്ചിട്ട് എടുക്കാനൊക്കെ പറ്റും. പക്ഷേങ്കിൽ ഇതായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ വലിയ രീതിയിലല്ലേ സ്റ്റിച്ച് ചെയ്തെടുത്തത്. കുഞ്ഞൊക്കെ ആണെങ്കിൽ നമുക്ക് ഈർക്കിലൊക്കെ എടുക്കേണ്ടി വരും. ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് നമുക്ക് എടുക്കാം. അതിന് മുന്നേ ഈ ഒരു കോർണറൊക്കെ നമുക്ക് ഇതുപോലത്തെ ഷാർപ്പ് ഉള്ള എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കുത്തിയിട്ട് കോർണറൊക്കെ ആ ഒരു ഷേപ്പിൽ കൊണ്ടുവരണം. എന്നാൽ പിന്നെ ഇത് അയൺ ചെയ്തിട്ട് വരട്ടെ ഞാൻ. ഇതുപോലെ അയൺ ചെയ്തെടുത്ത പീസ് കണ്ടില്ലേ, ഇപ്പുറത്തെ ഭാഗം നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കും നമ്മൾ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് താഴെ ഭാഗം മടക്കി അങ്ങ് വെച്ച് കൊടുക്കുക ചെയ്യുക. മേലെ ഭാഗത്ത് കണ്ടല്ലോ, ആ ഒരു സിബിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ആ സ്റ്റിച്ച് കണ്ടില്ല, ഇവിടെ സ്റ്റിച്ച് കൊടുത്തില്ല, ആ സ്റ്റിച്ചിൻ്റെ ആടെ തന്നെ നിങ്ങൾ വെച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഇതേപോലെ നേർക്ക് വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ പിൻ ചെയ്തോ. ഈ താഴെ ഭാഗത്ത് അല്പം നീളം ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്, എൻ്റെ നീളം കുറച്ച് കൂടിപ്പോയി. എന്നിട്ട് ഇതിനെ ഇങ്ങനെ താഴെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. വേണമെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ മടക്കി താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് എന്നിട്ട് ഈ ഒരു എൻഡ് കൂടെ സ്റ്റാർട്ടിങ് കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് പോയി എന്നിട്ട് മേലോട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടത്തേക്ക് വന്നിട്ട് അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കേനെ. കണ്ടില്ലേ, ഞാനിതാ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മേലെ ഭാഗത്തൊക്കെ അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റ് വരും. ഇതേപോലെ കണ്ടോ നിങ്ങൾ, നമ്മൾ ആ സിബ് കാണാത്ത രീതിയിൽ അതിനെ അടച്ചു വെച്ചു. താഴെ ഭാഗം കണ്ടല്ലോ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് അടക്കിട്ടിട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സിബും ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിയിട്ട് സ്ലീവ് വെച്ചിട്ട് സൈഡ് കൂട്ടിയിട്ട് താഴെ ഭാഗം മടക്കി അടിച്ച് കഴിഞ്ഞാൽ നൈറ്റി റെഡിയായി. ഇതൊരു സിമ്പിൾ നൈറ്റിയാണിപ്പോൾ. നിങ്ങൾ ഈ ഒരു ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇതുപോലെ മടക്കി വെക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മളെ ഫ്രണ്ട് ആം ഹോൾ ലേശം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് നമുക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവും കുറച്ച് കട്ട് ചെയ്യാനുണ്ട്, അതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു ഏരിയയിൽ മാത്രം ഒരു 4 ഇഞ്ച് അങ്ങ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സ്ലീവ് എടുത്തിട്ട് സ്ലീവിലും കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ പറയാലോ, നല്ല ഭാഗവും ഇങ്ങനെ ഉള്ളിലേക്ക് മുട്ടിച്ച് വെക്കേ. പുറം ഭാഗം രണ്ടും പുറമേ വരുന്ന രീതിയിൽ നല്ല ഭാഗം ഉള്ളിലാക്കി ഇങ്ങനെ വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു 4 ഇഞ്ച് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. മാക്സി ആയാലും കുറച്ച് ഷേപ്പിൽ തന്നെ നമുക്ക് നിൽക്കണ്ടേ, അവിടെ ഇവിടെയും ചുളിഞ്ഞ് എന്നാൽ വൃത്തികേടായിരിക്കും. നോക്കിയാട്ടെ, ഇതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്ന വരക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തൊരു 4 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ, എന്നാൽ ഇത്ര വരക്കാനുള്ളതല്ലേ, ഇത്ര വരെ കട്ട് ചെയ്ത് ഇത്ര പോരെ കട്ട് ചെയ്തിട്ടില്ലേ, കുറേ ഒന്നും കട്ട് ചെയ്യല്ലേ. ആ കട്ട് ചെയ്ത ഭാഗം മനസ്സിലാവാൻ നോച്ച് മാർക്കും കൂടെ നിങ്ങൾ ഇട്ട് കൊടുത്തോ, നടുക്കും ഇട്ട് കൊടുത്തോ കേട്ടോ, സെൻറ്റർ പോയിന്റിലും ഇട്ട് കൊടുത്തോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമ്മൾ ഫേസിങ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ കൊടുക്കേണ്ട രീതി ഒന്നുണ്ട്, അതാണ് നീറ്റ്. അത് ഞാൻ ഈ വീഡിയോൻ്റെ അകത്തും കാണിക്കാൻ വിട്ടുപോയി. അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറഞ്ഞു തരും കേട്ടോ. നമ്മൾ ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് വെച്ച് കൊടുക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുക, കുഴിച്ച് കട്ട് ചെയ്ത ഭാഗമില്ലേ, ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്ത് അത് സെൻറ്ററിലേക്ക് തന്നെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അത് നമ്മളെ സെൻറ്ററിലേക്ക് വരേണ്ടതാണ്. ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ ഇതല്ല, ഈ ഒരു സ്ലീവ് അല്ല, ഈ സ്ലീവ് അപ്പുറത്തെ പാർട്ടിൻ്റെതായിരിക്കും. ഇതേപോലെ വെച്ച് നോക്കി ഞാൻ, നോക്ക് ഇതേപോലെയല്ലേ നമ്മൾ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു നോച്ച് മാർക്ക് വരുന്നത് ഇതാ ഈ ഒരു ഫ്രണ്ട് പാർട്ടിലേക്ക് തന്നെയാണ്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ മറ്റേ സ്ലീവ് ഇതാ ഇപ്പുറത്തെ ഭാഗത്തേക്കുള്ളതായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റേത് ഇപ്പുറത്തായിരിക്കും എന്ന് അറിയാമല്ലോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെയല്ലേ നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലീവും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, സൈഡൊക്കെ 1/2 ഇഞ്ച് അല്ലെ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നൈറ്റി റെഡി. താഴെ ഭാഗവും മടക്കി അടിക്കുക. ഇതാ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിൽ കാണിക്കാതിരുന്നത് കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതേപോലെ ഞാൻ തിരിച്ചിട്ടിട്ട് കാണിക്കാം. താഴെ ഭാഗം മടക്കി അടിക്കണം അത്രേ. ഇതേപോലെയാണ് പ്ലീറ്റഡ് നൈറ്റി. യോക്ക് പ്ലീറ്റഡ് നൈറ്റി എന്നാണ് ഇതിൻ്റെ പേര്. അത് എഴുതണേ. ഇതിപ്പോൾ റെഡ് കളർ തുണിയായിട്ട് തന്നെ മൊത്തത്തിലൊന്ന് കത്തുന്ന പോലെ ഇല്ലതല്ലേ. അപ്പോൾ ചെയ്ത് പകുതിയാകുമ്പോൾ തന്നെ എനിക്ക് വീഡിയോൻ്റെ അകത്ത് ക്ലിയറിൽ പറഞ്ഞു തരാൻ പറ്റുന്നത്. എൻ്റെ മൂഡ് പോയിട്ടാണ് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി എടുത്തത് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കണേ. ഇൻസ്റ്റയിൽ വന്നിട്ടായാലും ചോദിച്ചോ. സിബൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മെഷീൻ ലേശം കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയല്ലോ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ ബാക്ക് സൈഡൊക്കെ കണ്ടല്ലോ നിങ്ങൾ. ഞാൻ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇട്ടിട്ടാകുമ്പം വരുന്നത്. ഇതിപ്പോൾ എൻ്റെ അളവല്ല കേട്ടോ, ഇത് എൻ്റെ അളവേ അല്ല, കുറേ വ്യത്യാസമുണ്ട്. ഇത് അമ്മേൻ്റെ അളവാണ്. അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല, ഒന്ന് ഇടിപ്പിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പം അലക്കാണ്ട് ഇടൂല എന്നാണ് പറയുന്നത്. ഇതേപോലെ പ്ലീറ്റൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ബാക്ക് സൈഡും കൂടെ കാണിച്ചു തരാം. ഞാൻ ഈ ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ എടുത്ത് ഇടുക. ഭയങ്കര ലൂസാണ് എനിക്ക്. കണ്ടോ ബാക്ക് കണ്ടോ നിങ്ങൾ. വേണമെങ്കിൽ നെക്കെല്ലാം കുറച്ച് താത്തി കൊടുക്കാം. ഇതിപ്പോൾ ലൂസായിട്ടാണ് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നത്. നിങ്ങൾ ഇതേപോലെ സിമ്പിൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ. കുറേ സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നും ഇല്ല നൈറ്റി ഒന്നും അടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പൈസയൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു നൈറ്റിയുമായിട്ട് കാണാം കേട്ടോ. ഇതിൻ്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇനി അടുത്ത ക്ലാസ് മുതൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരും കേട്ടോ. ഇന്ന് ഈ റെഡ് കളർ തുണിയെല്ലായതുകൊണ്ട് എൻ്റെ മൂടങ്ങ് പോയിട്ടു. അതാണ് ഞാൻ സ്റ്റിച്ചിങ് ഒന്നും കാണിക്കാഞ്ഞതേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബായ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.